ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എൻ്റെ വീടിൻ്റെ മുറ്റം ഞാൻ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റം ആയി വരുന്നത്. ഇതൊരു കോർണർ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ യാതൊന്നുമില്ല, വെറുതെ ബ്ലാങ്കായി കിടക്കുകയാണ്. അപ്പോൾ അതാ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ചെയ്തത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാട്ടോ. പിന്നെ ഞാനിതിൻ്റെ ഓരോ വീഡിയോസും നേരത്തെ തന്നെ വിശദമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഇതിനൊരു ബോർഡർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോർഡർ ഉണ്ടാക്കിയിട്ടുള്ളത് ചുള്ളിക്കമ്പ് വെച്ചിട്ട് ആണ്. അതുമേ മണി പ്ലാന്റ് പടർത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു രണ്ട് സൈഡിലും ഞാനിതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദാ ആ രണ്ട് ബോർഡറും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതുമേ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ചെയ്തത് ആ ഒരു ബോർഡറിൻ്റെ സൈഡിലായിട്ട് ചിരട്ടകൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ടർട്ടിൽ വെയിന് പടർത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടർട്ടിൽ വെയിന് നല്ല രീതിയിൽ തന്നെ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ടൊരു അഭംഗി പോലെ ആകും. ഞാനിപ്പം രണ്ട് സൈഡിലും അങ്ങനെ ചിരട്ട വെച്ചിട്ട് ടർട്ടിൽ വെയിൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതുപോലെയുള്ള കുറച്ച് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെർട്ടിക്കൽ പ്ലാന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന റൂബി ഗ്രാസ് ആണ്. പിന്നെ ഇത് വെച്ചിരിക്കുന്ന പോട്ട്സുകളൊക്കെ ഞാൻ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പോട്ട്സുകളാണ് കേട്ടോ. പിന്നെ ആ പോട്ട്സൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് പഴയ ഒരു പലകേമ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുമേ ആ ഒരു പലക രണ്ട് കല്ലുമാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈ സൈഡിലായിട്ട് ഞാൻ കോളിയസ് പ്ലാന്റ്സിൻ്റെ കുറച്ച് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് തന്നെയാണ് അതിരിക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടും വളരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോർഡർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൻട്രലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്, ചിരട്ട കൊണ്ട് അതുപോലെ ടയറ് മുള കൊണ്ടൊക്കെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പഴയ ടയറാണ്. ടയറിന് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് റൂബി ഗ്രാസും അതുപോലെ സ്റ്റാർ ഗ്രാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ചിരട്ട കൊണ്ട് ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വാണ്ടറിഞ്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാണ്ടറിഞ്ചു ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ പടർന്നു വരുന്ന ഒരു പ്ലാന്റ്സ് ആണല്ലോ. അപ്പോൾ അതിൽ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ സെറ്റ് ചെയ്തത് ചിരട്ട കൊണ്ട് തന്നെ വലിയൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഇതുപോലെയുള്ള പ്ലാന്റ്സ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു പ്ലാന്റാണ്, പിന്നെ ബുഷിയായിട്ട് വളരുന്നതുമാണ് കേട്ടോ. പിന്നെ സെൻട്രലായിട്ട് ഇതുപോലെയുള്ളൊരു സ്പൈഡർ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി കാണുന്നത് ആവശ്യമില്ലാതെ കിടന്നിരുന്ന മുളയുടെ പീസുകളാണ്. അപ്പോൾ അതുമ്പോൾ ഞാൻ റെഡ് ഇനാമൽ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ആ ഒരു മുളയുടെ മേലായിട്ട് ഇതുപോലെയുള്ള പ്ലാന്റ്സുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റത്തായിട്ട് ഞാനൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം PVC പൈപ്പും അതുപോലെ പഴയ പലകകളും കൊണ്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് PVC പൈപ്പിൽ ഞാൻ റെഡ് ഇനാമൽ പെയിൻ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഇഷ്ടിക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ പലകയാണ് കേട്ടോ. പലകമ ഞാൻ വൈറ്റ് പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാതും വൈറ്റ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീടിൻ്റെ ഒരു കോർണർ സെറ്റ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല കളർഫുള്ളാണ്. പിന്നെ വളരെ ചിലവ് കുറഞ്ഞതാണ്. ചിരട്ടൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അധികം പൈസ ചിലവില്ലാതെ ഇങ്ങനെയൊക്കെ ഒന്ന് മുറ്റം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.